അറിയിക്കുന്നു. പ്രത്യേകാൽ ആമേൻ യൂട്യൂബ് ചാനൽ വഴി ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലിരുന്ന് ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ദയവായി നിങ്ങൾ ഈ മീറ്റിംഗ് ഷെയർ ചെയ്യുക. ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അല്പനിമിഷം ധ്യാനിപ്പാൻ അപ്പോസ്തലനായ പൗലോസ് എബ്രേയർ ലേഖനം എഴുതുമ്പോൾ 5-ാമത്തെ അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിലേക്ക് വരുന്നു. 5:16. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവീൻ. സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു ദൂതാണ്. ഇന്ന് ദൈവമക്കളുടെ ഇടയിൽ കാണുന്ന ഏറ്റവും വലിയ ഒരു ഭാരം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് വേണ്ടി സമയമില്ല, ദൈവസഭയ്ക്ക് വേണ്ടി സമയമില്ല, ദൈവീയ കാര്യത്തിന് വേണ്ടി സമയമില്ല, ദൈവം ഏൽപ്പിച്ച പ്രവർത്തികൾക്ക് വേണ്ടി സമയമില്ല. ആ തലത്തിൽ കൂടെ വളരെ വേഗത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. കാരണം ഏതെങ്കിലും ഒരു കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമാണ് കർത്താവിനെ അവർ മുറുകെ പിടിക്കുന്നത്. അത് കഴിഞ്ഞു കഴിയുമ്പോൾ അവർക്കും ദൈവവുമായിട്ടൊരു ബന്ധമില്ലാത്ത ജീവിതത്തിലേക്ക് പോകുന്ന ഒന്നൊരു അന്തരീക്ഷം നമുക്ക് ഈ നാളുകളിൽ ക്രിസ്ത്യാനികളുടെ ഇടയിൽ കാണാൻ കഴിയും. ആമേൻ. എന്നാൽ ഈ കാലഘട്ടം പഠിക്കുമ്പോൾ 26 നമ്മൾ പഠിക്കുമ്പോൾ, കഴിഞ്ഞ ആമേൻ മാസങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ, കഴിഞ്ഞ ദിവസങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, ഇത് ദുഷ്കാലമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇത് ദുഷ്കാലമാണ്. എന്ത് ചെയ്യണം? സമയം തക്കത്തിൽ ഉപയോഗിക്കുക. പ്രൈസ് ദി ലോർഡ്. ദൈവീയ കാര്യത്തിന് വേണ്ടി മാത്രമാണ് ജനത്തിന് സമയമില്ലാത്തത്. ബാക്കി എല്ലാത്തിനും സമയമുണ്ട്. ദൈവീയ കാര്യത്തിന് വേണ്ടി മാത്രമാണ് ചെലവിടാൻ കഴിയാത്തത്. ബാക്കി എല്ലാത്തിനും ചെലവിന് പൈസയുണ്ട്. സഭ പറയുകയാണ് 21 ഡേയ്സ് ഉപവാസ പ്രാർത്ഥന വെക്കുന്നുണ്ട് സഭയിൽ. എല്ലാവരും ഓരോ വീട്ടുകാരും ഓരോ വീട്ടിൽ നിന്നും 1000 രൂപ വെച്ച് സഭയ്ക്ക് തരണം. 30 കുടുംബം ഉണ്ടല്ലോ, 30,000 രൂപയായി. ഞാനും നിങ്ങളുടെ കൂടെ ഒരു 10 രൂപ ഇടുകയാണ്, അപ്പോൾ 40,000 രൂപയായി. നമുക്ക് 21 ഡേയ്സ് ഉപവാസ പ്രാർത്ഥന വയ്ക്കണം, അഭിഷക്തന്മാരെ വിളിക്കണം, ജനം ആവോളം ഉപവസിക്കണം. ആമേൻ. അപ്പോൾ സഭയിൽ നിന്ന് ഏറ്റവും മൂത്ത ആളഴിച്ചു പറയും, ഇല്ല, ഞങ്ങൾക്കിപ്പോൾ ഉപവാസം വേണ്ട, ആർക്കും സമയമില്ല. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കൂ, ആർക്കും എന്തില്ല? സമയമില്ല. അവിടെ അഭിഷക്തൻ്റെ വാക്കുകൾക്ക് ഒരു വിലയില്ലാത്ത ഘട്ടത്തിലേക്ക് ഈ കാലഘട്ടം വന്നിരിക്കുന്നു. സഭയിലെ പുരോഹിതൻ, ഇടയൻ, കാർമ്മികൻ എന്ന നിലയിൽ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്യുന്ന അഭിഷക്തൻ്റെ വാക്കിന് ഇന്ന് സഭയ്ക്ക് വിലയില്ലതായി. കാരണം അത്രത്തോളം സഭ അകമ്പതിച്ചിരിക്കുന്നു. കാരണം ജനം സ്വന്തം ഇഷ്ടം നോക്കി, സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി എപ്പോഴാണോ സമയങ്ങൾ കളഞ്ഞത്, ആ സമയം മുതൽ കർത്താവ് ആലയത്തിനകത്തുനിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഒരു പ്രതിഷ്ഠയല്ല ആലയത്തിനകത്ത് കൊണ്ടുവയ്ക്കുന്നത്. ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ ദൈവജനം എപ്പോഴാണോ ആലയത്തിൽ കടന്നു വരുന്നത്, അതിന് മുൻപേ കർത്താവ് അവിടെ പ്രസൻ്റ് ആവും. വചനം പറയുന്നു, ഞാൻ അനന്യൻ, ഏത് സമയത്തും ഏത് കാര്യത്തിലും നിന്റെ വിഷയത്തിൽ ഇടപെടുവാൻ യോഗ്യനായ ഒരു ദൈവം ഇന്ന് പ്രഭാതത്തിൽ ഇതിനകത്തിറങ്ങി നിൽപ്പുണ്ട്. ആമേൻ. ഈ കാലഘട്ടത്തിൽ സമയം ഉപയോഗിക്കാൻ അറിയാത്ത ക്രിസ്ത്യാനികൾ, ആമേൻ, ദൈവനാമത്തിന് വേണ്ടി ചെലവിടാൻ കഴിയാത്ത, അവർക്കതിന് പൈസയില്ല, ദൈവത്തിനെടുക്കാൻ പൈസയില്ല. ദൈവസഭ, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ദൈവസഭയ്ക്കകത്ത് ചെലവിടാനോ ദൈവസഭയുടെ കാര്യത്തിനോ ദൈവീയ കാര്യത്തിന് വേണ്ടി അവർക്ക് 1 രൂപ കൊടുക്കാൻ ഇല്ലാത്ത കാലഘട്ടമാണ്. ഹോസ്പിറ്റലുകാർ പറയുന്നു, നാളെ 2 ലക്ഷം രൂപ വേണം, ഇല്ലെങ്കിൽ ഈ ആൾ മരിച്ചു പോകും എന്ന് പറഞ്ഞാൽ 2 ലക്ഷം രൂപയ്ക്ക് പകരം 5 ലക്ഷം രൂപ മറിച്ചു കൊണ്ട് കൊടുക്കും. ഒറ്റ ദിവസം കൊണ്ട്. ആമേൻ. ഒരാളുടെ ജീവൻ രക്ഷിക്കാനല്ലേ. ദൈവം പറയുക, ദൈവിക കാര്യത്തിന് വേണ്ടി 1000 രൂപ കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പറയില്ല. നാളെ ആകട്ടെ, അടുത്ത ആഴ്ചയാകട്ടെ, വീട്ടിൽ ഗ്യാസ് സിലിണ്ടർ തീർന്നു, സിലിണ്ടർ തീർന്നു, എന്ത് ചെയ്യണം? അങ്ങെടുത്തേ. അതുവരെ പൈസ ഇല്ലാത്ത മനുഷ്യന് അന്ന് സിലിണ്ടറിന് 5000 രൂപയാണെങ്കിലും പോയി എടുക്കും. ബാക്കി എല്ലാത്തിനും ദൈവീക കാര്യം മാത്രം നാളെ ആകട്ടെ ദോഷമാണ്, അത് അപകടമാണ്. ദൈവത്തോട് കളിക്കുന്നത് അപകടമാണ്.
ദൈവത്തോട് കളിക്കുന്നത് അപകടമാണ്. ദൈവത്തോട് കളിച്ച നാളെയാകട്ടെ നാളെയാകട്ടെ എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ട്, ഫറവോൻ. വായിക്കാമോ? സ്തോത്രം. പുറപ്പാട് പുസ്തകം 8-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ 4-ാമത്തെ വാക്യം വരെ. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: യഹോവ നദിയെ അടിച്ചിട്ട് 7 ദിവസം കഴിഞ്ഞപ്പോൾ മോശയോട് കൽപ്പിച്ചത്, നീ ഫറവോൻ്റെ അടുക്കൽ ചെന്ന് പറയേണ്ടത് എന്തെന്നാൽ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക. ഫറവോൻ പറഞ്ഞു, നാളെ ആവട്ടെ, നാളെ ആകട്ടെ, മറ്റന്നയാകട്ടെ, ഒരാഴ്ച കഴിയട്ടെ, അടുത്ത മാസം 13-ാം തീയതി വിടാം, 15-ാം തീയതി വിടാം എന്ന് പറഞ്ഞ് ഫറവോൻ നീട്ടി 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 വച്ചു. ഇന്നും അനേക കുടുംബങ്ങൾ ഫറവോനെ പോലെ ആയിക്കഴിഞ്ഞു. അനേക അഭിഷക്ത കുടുംബങ്ങൾ ഇന്ന് ഫറവോൻ്റെ അടിമത്തം പോലെ ആയിക്കഴിഞ്ഞു. നാളെ ആകട്ടെ, ദൈവികാര്യത്തിൽ നാളെ ആകട്ടെ. ദൈവവൈതലെ, ദൈവമക്കളെ, ദൈവാത്മാബന്ധോ എന്നോട് ഇങ്ങനെ സംസാരിക്കാൻ പറഞ്ഞു. ഈ പ്രഭാതത്തിൽ നിങ്ങൾ കേൾക്കുന്നവരാണെങ്കിൽ, ഈ മെസ്സേജ് കേൾക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ ദൈവസഭയായിട്ട് എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തീർക്കുക. യെസ്, ദശാംശം നാളെ ആകട്ടെ. എന്തിനാ എത്ര ദശാംശം? പള്ളിയിൽ 10-1 കൊടുത്തേ പറ്റൂ. ഇപ്പം ദശാംശമല്ല സാറേ, ഓഹരിയ. 1000 രൂപ കിട്ടിയാൽ അത് 4 പേരുണ്ടെങ്കിൽ 5 പായിക്കുക. 200 രൂപ പള്ളിക്ക് കൊടുക്കുമോ? ഹല്ലേലൂയ. നാളെ ആകട്ടെ, ഈ മാസം ലാസ്റ്റ് കൊടുക്കാം. ഹല്ലേലൂയ. പലതും ഫറവോൻ്റെ അടിമത്തത്തിനകത്ത് കിടന്ന് കറങ്ങുക. ഇപ്പോൾ 2-ാം വാക്യം, നീ അവരെ വിടുവിപ്പാൻ സമ്മതിച്ചില്ല എങ്കിൽ ഞാൻ നിന്റെ രാജ്യത്തെ ഒക്കെയും തവളയെ കൊണ്ട് ബാധിക്കും. കണ്ടോ? നീ എന്നെ ഇന്നെങ്കിലും എൻ്റെ ജനത്തെ വിട്ടില്ലെങ്കിൽ, നാളെ ആകട്ടെ നാളെ ആകട്ടെ എന്ന് പറയുന്ന ജനത്തോടിന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് അതിശക്തമായി ഇടപെടുന്നു. നിങ്ങളും ദൈവമായിട്ട് ഒരു ബാർഗിൻ ചെയ്യരുത്. യെസ്, നിങ്ങളും ദൈവമായിട്ടൊരു ബാർഗിങ്ങിലേക്ക് വരരുത്. ദൈവം പറയുന്നത് കേൾക്കാൻ, അനുസരിക്കാൻ തയ്യാറാകണം. 3-ാമത്തെ വാക്യം പറഞ്ഞു, നദിയിൽ തവള അനവധിയായി. സ്തോത്രം. കണ്ടോ? നദിയിൽ തവളയായി. അരമനയിലും ശയനാഗ്രഹത്തിലും ആമേൻ, കട്ടിലിൻ്റെ മേലും, ഹല്ലേലൂയ, തൻ്റെ ഭൃത്യന്മാരുടെ വീടുകളിലും തൻ്റെ ജനത്തിൻ്റെ മേലും, അപ്പം ചുടുന്ന അടുപ്പുകളിലും, മാവ് കുഴയ്ക്കുന്ന തോട്ടിയിലും വരും. ആമേൻ. പറഞ്ഞതെന്ന് വെറുതെ അല്ല കേട്ടോ. തവള നിന്റെ മേലും നിന്റെ ജനത്തിൻ്റെ മേലും നിന്റെ സകല ഭൃത്യന്മാരുടെ മേലും കയറും. പറഞ്ഞത് ദൈവമാണ്. പറഞ്ഞത് ദൈവമാണ്. ദൈവത്തിന് കൊടുക്കാനുള്ളത് കൊടുത്തോളണം, ഇല്ലെങ്കിൽ തവള കയറും നിന്റെ വീട്ടിനകത്ത്. സ്തോത്രം. ദൈവസഭ കളിക്കാനുള്ള കളമല്ല. സ്തോത്രം. ബാക്കി എല്ലാത്തിനും വലിയ കടകളിൽ പോയി തുണിയെടുക്കാൻ പൈസയുണ്ട്. ആമേൻ. ബ്യൂട്ടീഷ്യനിൽ പോയി എല്ലാം ചെയ്തിട്ട് നാളെ ആകട്ടെ എന്ന് പറയാൻ പറ്റുമോ? കത്തി വെച്ച് വരയും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന ദൈവകുഞ്ഞെ, നീ ദൈവസഭയ്ക്ക് എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അത് കൊടുത്തോളണം. എനിക്കറിയില്ല നിങ്ങൾ ആരൊക്കെയാണ് ഇത് കേൾക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ദൈവകാര്യത്തിന് വേണ്ടി ഇല്ല വാസേ, നാളെ ആകട്ടെ കേട്ടോ, പണിയൊന്നുമില്ല. പക്ഷെ ആമേൻ, പിറ്റേ ദിവസം അന്ന് വൈകിട്ട് അദ്ദേഹത്തിന് 1,00,000 രൂപ വേണമെങ്കിലും അപ്പോഴും അറിയും. ആമേൻ. എങ്ങനെയെങ്കിലും ഉരുട്ടിയും പുരട്ടിയും എല്ലാം എടുത്ത് റെഡിയാക്കി കൊണ്ടുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യും. പക്ഷെ ദൈവത്തിന് വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി കൊടുക്കാൻ ആരെയും സാമ്പത്തികമില്ല. സ്തോത്രം. എന്നാൽ 5-ാമത്തെ വാക്യം മുതൽ 7-ാമത്തെ വാക്യം വരെ നോക്കുമ്പോൾ അവിടെ കാണുന്നത്, യഹോവ പിന്നെയും മോശയോട് മിസ്രയീം ദേശത്ത് തവള കയറുവാൻ നദികളുടെ മേലും പുഴയുടെ മേലും കുളത്തിന്മേലും വടി കൂടെ കയ്യിൽ നീട്ടുക എന്ന്
നീ അഹരോനോട് പറയണം എന്ന് കൽപ്പിച്ചു. അങ്ങനെ അഹരോൻ മിസ്രയീമിലെ വെള്ളത്തിൻ്റെ മേലും കൈ നീട്ടി തവള കയറി മിസ്രയീം ദേശത്ത് മൂടി. ദേശത്ത് ഇത് മൂടി. മന്ത്രവാദികളും തങ്ങളുടെ മന്ത്രവാദത്തിൽ അതുപോലെ ചെയ്തു. മിസ്രയീം ദേശത്ത് തവള കയറുമാറാക്കി. സ്തോത്രം. ദൈവവൈതലേ, ദൈവം ഒന്ന് ചെയ്താൽ വൃത്തിയായി ചെയ്യും. അതിൻ്റെ 9-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാണാൻ കഴിയുന്നു, മോശ ഫറവോനോട് തവള നിന്നെയും നിന്റെ ഗ്രഹങ്ങളെയും വിട്ട് നീങ്ങി നദിയിൽ മാത്രം ഇരിക്കേണ്ടതിന് ഞാൻ നിനക്കും നിന്റെ സ്തോത്രം ആ ഗ്രഹത്തിനും വേണ്ടി ജനത്തിനും വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കണം എന്ന് എനിക്ക് സമയം നിശ്ചയിച്ചാലും എന്ന് പറഞ്ഞു. നോക്കിക്കേ, ഇത് നീങ്ങണം, പക്ഷേ എന്ത് വേണം? പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ദൈവകുഞ്ഞേ, ഹല്ലേലൂയ. ഇന്ന് പകലിൽ മോശ ദൈവസന്നിധിയിൽ പറഞ്ഞാൽ ദൈവം തൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഇന്ന് പകലിൽ നോക്കിക്കേ, എല്ലാം വിട്ടുമാറി സ്തോത്രം കുളത്തിൽ മാത്രം ഇരുന്നാൽ മതി എന്ന് പറഞ്ഞാൽ കുളത്തിൽ മാത്രം ഇരുന്നാൽ മതി. അന്ന് മോശ പറഞ്ഞത് അങ്ങനെയാ. ഇന്നങ്ങനെയല്ലേ ഇരിക്കുന്നേ? കുളത്തിൽ. ദൈവകുഞ്ഞെ, ദൈവത്തോട് ഇന്ന് പകൽക്കാലം നിങ്ങൾ എന്തെങ്കിലും കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അത് ഈ ദിവസങ്ങളിൽ കൊടുത്ത് ദൈവപ്രവർത്തിക്കായി നിങ്ങളെ തന്നെ എന്ത് ചെയ്യണം? ഏൽപ്പിച്ചു കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഏൽപ്പിച്ചു കൊടുക്കുന്ന മാത്രമേ തന്നെ ഒരു ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. അടുത്ത് പറയുന്നത് സഭാപ്രസംഗി 11-ാം അധ്യായം 4-ാമത്തെ വാക്യം. കാറ്റിനെ വിചാരിക്കുന്നവൻ വിതയ്ക്കുകയില്ല, മേഘങ്ങളെ നോക്കുന്നവൻ കൊയ്യുകയുമില്ല. കണ്ടോ? അപ്പോൾ എന്താ? വിശ്വാസത്താൽ. എബ്രായ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ പറയുന്നത് 11-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വരുമ്പോൾ, എബ്രായ ലേഖനം 11-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ വരുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന് ഉറപ്പും കാണാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള നിശ്ചയവുമാകുന്നു. ഇതാണ് ദൈവമക്കൾക്ക് വേണ്ടത്. ദൈവീയ കാര്യത്തിന് വേണ്ടി കടം വയ്ക്കരുത്. നാളെ ആകട്ടെന്ന് പറയരുത്. ദൈവം ഇടപെടും. അപ്പോൾ നിങ്ങൾക്ക് അതിന് ബുദ്ധിമുട്ട്. കർത്താവ് അതിൻ്റെ കാര്യാദികൾ ഭംഗിയായി ചെയ്യട്ടെ. കർത്താവിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കാൻ പഠിക്കണം. കർത്താവിലേക്ക് ഏൽപ്പിക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെടുന്ന നല്ല പ്രഭാതവേളയ്ക്കായി സ്തോത്രം. ജനത്തെ അനുഗ്രഹിക്കുന്നു. കർത്താവ് അത്ഭുതം ചെയ്യണം. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.